കൃഷ്ണമോളും കൂടി തിരികെ വീട്ടിലെത്തി. കൃഷ്ണമോൾ ചോദിക്കുകയാണ്, അച്ഛാ ആലിനി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? നമ്മുടെ അങ്കിൾമാരാണോ തട്ടിക്കൊണ്ടുപോയത്? ശിവൻ അങ്കിളും രാജീവ് അങ്കിളും കൂടിയാണോ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നു, അറിയില്ല, അവരാവാനാണ് സാധ്യത. അലീന ചേച്ചി അവർ ഉപദ്രവിക്കുമോ എന്നൊക്കെ ചോദിച്ച് കൃഷ്ണമോൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ മനു വിളിക്കുന്നു. മനു ചോദിച്ചു, അങ്കിളെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല. മനു പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് അവർ ആരോ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്തായാലും എല്ലായിടത്തും ഒന്നുകൂടി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് മനു എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും പോയി അന്വേഷിക്കുകയാണ് രാത്രി തന്നെ. അപ്പോൾ ഒരു വീട്ടിലും അലീന എത്തിയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഗംഗേട്ടനും ശിവേട്ടനും രാജീവും കൂടി ബാലേന്ദ്രനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ കൃഷ്ണമോളാണ് വന്ന് വാതിൽ തോന്നുന്നത്. കൃഷ്ണമോൾ അവരെ തടഞ്ഞു നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണ്? നിങ്ങളെല്ലാവരും ചീത്ത ആൾക്കാരാണ്, നിങ്ങൾ എന്ത് ചെയ്യാനും മടിക്കില്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, അലീനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്നൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഗംഗേട്ടനെ കണ്ടിട്ട്, ഗംഗേട്ട എപ്പോൾ എത്തി, കയറി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സംസാരിക്കുകയാണ്.